നമ്മളിന്ന് കോവിഡ് വാക്സിനേഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഫോർമാറ്റ് കാണിക്കുകയാണ്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ആരോഗ്യ സേതു ആപ്പാണ്. ആരോഗ്യ സേതു ആപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മേളിൽ കാണുന്ന വാക്സിനേഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ നമ്മുടെ മൊബൈൽ നമ്പർ അടിച്ച് പ്രൊസീഡ് ടു വെരിഫിക്കേഷൻ കൊടുക്കുക. ഉടനെ നമ്മുടെ കൊടുത്ത നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. 6 അക്ക OTP ആണ്. ആ OTP കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ബൈ വെരിഫിക്കേഷൻ കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് ID കാർഡാണ് യൂസ് ചെയ്യുന്നത് അത് കൊടുക്കുക. ഞാനിവിടെ ആധാറാണ് കൊടുക്കുന്നത്. തുടർന്ന് അതിന് നേരെ താഴെ കാണുന്ന ഫോട്ടോ ID നമ്പർ എന്ന് പറയുന്ന കോളത്തിലോട്ട് നിൽക്കുക. അതിൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. തുടർന്ന് അതിന് നേരെ താഴെ ആധാർ കാർഡ് ആരുടെ പേരിലാണോ ആ വ്യക്തിയുടെ പേരടിച്ചു കൊടുക്കുക. ഞാനിവിടെ സീനത്ത് എന്നൊരു ചേച്ചിക്ക് വേണ്ടിയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ചേച്ചി ഫീമെയിൽ ആയത് കാരണം ഫീമെയിൽ എന്നുള്ള കോളം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുക്കുമ്പോൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ജനിച്ച വർഷമാണ്. അതിനുശേഷം ഡേറ്റ്, പിന്നെ മാസം. അതിനുശേഷം ഓക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആളുടെ രജിസ്റ്റർ ആയിട്ടുണ്ട്. അതിനുശേഷം ആ പേര് വന്നിരിക്കുന്ന അവിടുത്തെ ടിക്ക് ബട്ടൺ നോക്കുക. അതിനുശേഷം ഷെഡ്യൂൾഡ് വാക്സിനേഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നമ്മുടെ പിൻകോഡ് അടിച്ചു കൊടുക്കുക. നമ്മുടെ പരിസരത്ത് തന്നെ ആണെന്നുണ്ടെങ്കിൽ വേണ്ടതെങ്കിൽ നമ്മൾ ആ പിൻകോഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഓക്കെ ചെയ്യുക. ഡേറ്റ് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. അവിടെ ഇപ്പോൾ 29/4/2021 ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആ ദിവസം വാക്സിനേഷൻ സെൻറ്റർ ഒന്നുമില്ല, അവൈലബിൾ അല്ല. അപ്പോൾ ആ കോളത്തിൽ ഒന്നും കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം കിട്ടും. അടുത്ത ദിവസങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. 30-ാം തീയതി നോക്കുകയാണ്. 30-ാം തീയതിയും ഇല്ല, അവൈലബിൾ അല്ല. ഇത് അവൈലബിൾ അല്ലെന്ന് പറഞ്ഞിട്ട് നോക്കാതിരിക്കരുത്. കാരണം ചില സമയങ്ങളിൽ പുതിയ സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്ഥലം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ 1-ാം തീയതി വരെ നോക്കിയിട്ടുണ്ട്, കിട്ടിയില്ല. ഇപ്പം ഞാൻ ജില്ലാ ബേസ് നോക്കുകയാണ്. അതിന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ താഴെ കിടക്കുന്ന ക്ലിക്ക് ഹിയർ എന്നുള്ള ബട്ടണിൽ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ജില്ലാ ബേസിലോട്ട് മാറാം. ആദ്യം സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് കേരളം സെലക്ട് ചെയ്യുക, അതിനകത്ത് ആലപ്പുഴ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ആലപ്പുഴയിലായത് കാരണം ആലപ്പുഴ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെർച്ച് ചെയ്തു. സോറി, ഇപ്പോൾ ഉള്ളൊന്നും അവൈലബിൾ അല്ല. ഇത് ഓക്കെ ആകുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ് ഹോസ്പിറ്റലെന്ന് കാണിക്കും, ഏതാണ് ഡേറ്റ്, സമയം, അതെടുക്കുക. ആ ഹോസ്പിറ്റലിൽ ആ കൃത്യസമയത്ത് എത്തുക. നമ്മൾ ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ജില്ല സെലക്ട് ചെയ്യുക, ഡേറ്റ് അവിടെ കിടപ്പുണ്ട്, ഫൈൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുണ്ട് സെലക്ട് വാക്സിനേഷൻ സെൻറ്റർ. ഇപ്പോൾ ഇത്രയും സെൻറ്ററാണ് ആലപ്പുഴ ജില്ലയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ അകത്ത് തണ്ണീർമുഖമാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ചെക്ക് അവൈലബിലിറ്റി കൊടുക്കുക. എന്നിട്ട് സോർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ടൈം കൊടുത്തിട്ടുണ്ട്. 2 ഡേറ്റാണ്, 29-30. ടൈം സെലക്ട് ചെയ്യുക. ഇഷ്ടമുള്ള ടൈം എടുക്കാം. നിങ്ങൾക്ക് എപ്പോഴാണോ എത്തിച്ചേരാൻ പറ്റുന്നത് ആ ടൈം ചെക്ക് ചെയ്ത് നോക്കുക. ആ ടൈം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ മറ്റ് ടൈമുകൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ്. എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജിലോട്ട് വരും. അതിൻ്റെ അകത്ത് കൺഫേം ചെയ്യുക. ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്തതാണ്. ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത് എനിക്ക് ആര്യാട് PHC ആണ്. 27/4/2021 11 മണിക്കും 12 മണിക്കും ഇടയ്ക്കാണ് സമയം കിട്ടിയിരിക്കുന്നത്. ഈ സമയത്ത് അവിടെ എത്തിച്ചേരുക. അവിടുന്ന് ടോക്കൺ കൈപ്പറ്റി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക.